ഉസ്താദേ, ഈ കുട്ടികൾ അനുസരണക്കേട് കാണിക്കണതിന്റെ സൈക്കോളജിക്കൽ വശം ഉസ്താദ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. അതിന്റെ ആത്മീയമായിട്ടുള്ള വശം കൂടി ഒന്ന് പറഞ്ഞുതരോ? ഹസൈനാർ കുട്ടികൾ ഹസൈനാർ അനുസരിക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? ആഗ്രഹിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? കാരണം അവരുടെ രക്ഷിതാവ് ഞാനായതുകൊണ്ട്. കുട്ടികളുടെ രക്ഷിതാവ് ഞാനാണ്. ഹസൈനാരായതുകൊണ്ട്. ഹസൈനാർ എന്തൊക്കെ ചെയ്തു കൊടുക്കും കുട്ടികൾക്ക്? കുട്ടികൾക്ക് വേണ്ട ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. അല്ലേ? അവർക്ക് മെന്റൽ സ്ട്രെങ്ത് കൊടുക്കും, അതുപോലെ തന്നെ ശാരീരികമായ സ്ട്രെങ്ത് കൊടുക്കും. അവർക്ക് വേണ്ടതൊക്കെ ഹസൈനാർ കൊടുക്കും. വെള്ളം കൊടുക്കും, ഭക്ഷണം കൊടുക്കും, അല്ലേ? താമസിക്കാൻ ഷെൽട്ടർ കൊടുക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യുന്ന എൻ്റെ കുട്ടികൾ എന്നെ അനുസരിക്കണം, അല്ലേ? വേണം, അതെന്റെ നിർബന്ധമാണ്. എന്നിട്ടും എന്നെ അനുസരിക്കുന്നില്ലെങ്കിൽ അവിടെ എന്തൊരു പ്രശ്നം? ഒരു സംഗതി ഉള്ളിൻ്റെ ഉള്ളിൽ കിടപ്പുണ്ട്. റബ്ബുൽ ആലമീനായ അള്ളാഹു ഈ ഭൂമിയിലേക്ക് നമ്മളെ പറഞ്ഞയച്ചത് ആരെ തിരിച്ചറിയാനാണ്? അള്ളാനെ അറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ ദുനിയാവിൽ നമുക്ക് തന്നിട്ടുള്ള എല്ലാ ബന്ധങ്ങളിലൂടെയും നമ്മൾ അറിയേണ്ടത് ആരെയാണ്? നമ്മുടെ മക്കൾ പറഞ്ഞനുസരിക്കുന്നില്ല. ഇപ്പൊ ഹസീനൊരു വാക്ക് പറഞ്ഞു, ഞാനാണ് എൻ്റെ മക്കളുടെ രക്ഷിതാവ്, ഞാനെല്ലാം ചെയ്തു കൊടുക്കുന്നുണ്ട്, എന്നിട്ട് അവരെന്നെ അനുസരിക്കുന്നില്ല, ഇല്ലേ? അള്ളാഹു റബ്ബുൽ ആലമീനാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എല്ലാവരുടെയും രക്ഷിതാവ്. വെള്ളം തരുന്നത് അവനാണ്, ഓക്സിജൻ തരുന്ന അവനാണ്. അവൻ തന്നതല്ലാതെ വല്ലതും നമ്മുടെ കയ്യിലുണ്ടോ? ആ റബ്ബ് പറയുന്നത് നമ്മൾ അവന് വഴിപ്പെടണമെന്നാണ്. അപ്പൊ നമ്മുടെ റബ്ബിന് വഴിപ്പെടാതെ വരുമ്പോ നമ്മൾക്ക് അല്ലെങ്കിൽ നമുക്ക് അവനെ തിരിച്ചറിയാൻ വേണ്ടി തന്നിട്ടുള്ള മക്കള് നമുക്ക് വഴിപ്പെടാതെ വരും. ഇങ്ങനെ പറഞ്ഞു മനസ്സിലായില്ല? അതായത് നമ്മൾ അള്ളാഹ്ക്ക് വഴിപ്പെട്ടില്ലെങ്കിൽ നമുക്ക് ആരും വഴിപ്പെടൂല, മക്കള് വഴിപ്പെടൂല. മക്കളെ തല്ലിയിട്ടും പ്രശ്നം ഉണ്ടാക്കിയിട്ടൊന്നും കാര്യമില്ല. നമ്മള് റബ്ബുൽ ആലമീനായ അള്ളാഹുവിന് വഴിപ്പെട്ട് നോക്കിക്കേ, ഓട്ടോമാറ്റിക്കലി നമ്മുടെ മക്കൾ മാറും. അനുഭവം കൊണ്ട് പറയാം. തെറ്റിയൂലേ? ഇൻഷാ അല്ലാഹ്.